സ്ക്രീൻ തല വെട്ടാന്നൊന്നും പറയണ്ടേ. മര്യാദയ്ക്ക് വന്ന് വിടരുന്നു. ഞാൻ നീങ്ങിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രം സ്റ്റിക്ക് കറി. അപ്പം അത് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അയ്യോ ഗൈസ്, ഒരു അബദ്ധം പറ്റി. ഞാൻ കടുകിടുന്നതും ജീരകിടുന്ന വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ ഓൺ അല്ലായിരുന്നു, ഓഫായിരുന്നു ക്യാമറ. എനിവേസ്, എണ്ണ ചൂടായിട്ട് ഒരു പാനിൽ കുറച്ച് കടുകും അത് പൊട്ടുമ്പം കുറച്ച് ഫെനൽ സീഡ്സ് പെരുംജീരകം അതുകൂടുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതിട്ട് നല്ലോണം വഴറ്റുക. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിലും സാരമില്ല, വലിയ ഉള്ളി സവാളയും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയുമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം അത് വഴണ്ട് വരുന്ന രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം വഴണ്ട് വന്നതിന് ശേഷം നമുക്കിനി മസാലകളൊക്കെ ചേർക്കാം. അതേ മസാലകളൊന്നും ചേർക്കണ്ട. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും, അത് മാത്രം മതി. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിൻ്റെ അത് ചേർക്കുന്നില്ല. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ വരും. എന്നിട്ട് നമുക്ക് അതിനകത്ത് തക്കാളി ഇടാം. തക്കാളി നമുക്ക് അരച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വിടാം. അരച്ച് ചേർത്താൽ കുറച്ചും കൂടെ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പം ഞാനിവിടെ ഇപ്പം ചോപ്പ് ചെയ്തിട്ടാണ്ടിരിക്കുന്നത്, എൻ്റെ മൂഡ് പോലെ ഞാൻ ചെയ്യാറ്. അപ്പം നല്ലോണം എന്നിട്ട് നമുക്ക് തക്കാളി സ്മാഷായി വരുന്ന വരെ നമുക്ക് അതും വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊട്ടാറ്റോ ഇടാം. പൊട്ടാറ്റോ ഈ മസാലകളൊക്കെ ആയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പൊട്ടാറ്റോ നല്ലോണം കുക്കാവണമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡ്രം സ്റ്റിക്ക് ഇടാം. ഡ്രം സ്റ്റിക്ക് ഇട്ടിട്ട് നല്ലോണം അത് നമുക്ക് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. നമ്മൾ എന്നിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പൊട്ടാറ്റോ കുക്ക് ചെയ്യാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടെന്ന്. ഇപ്പം നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം കുക്കാവാനായിന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് നല്ലോണം ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് ഇത് ഒരു ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം അത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. എനിക്കിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റി വെക്കുന്നത്. അപ്പം ഗൈസ്, ഞാൻ ആ കറി സെർവിങ് ബൗളിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റ് ആയിരിക്കും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കാം. കമാൺ, വേഗം വാ, കഴിച്ചു നോക്ക്. ടേസ്റ്റ് കഴിഞ്ഞാലേ ഫുഡ് തരൂ. അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാവും. ബിക്കോസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ സാധനമാണ്. ആ ധൈര്യത്തിലാണ് ഞാൻ ഇപ്രാവശ്യം വീഡിയോ എടുത്തതും നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് സൂപ്പർ ടേസ്റ്റി ഒരു സബ്ജിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹെൽത്തി ഡിഷാണ്. ഡിഷല്ല, സബ്ജി. ഡിഷല്ലേ? സബ്ജി. ഡ്രം സ്റ്റിക്ക് സബ്ജി, ഡ്രം സ്റ്റിക്കിൻ്റെ കറി. ശരിക്കും പറഞ്ഞാൽ ഡ്രം സ്റ്റിക്കിൻ്റെ കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ഡിഷാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നിർത്തുവോ? അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.